ജീവിതത്തിന്റെ സെക്കൻഡ് സൂചി കൊണ്ട് കാലത്തെയും കവിതയെയും അളന്ന കവിയാത്രയായിട്ട് 5 വർഷങ്ങൾ. എ അയ്യപ്പന്റെ ഓർമ്മകളിൽ സാഹിത്യലോകം. ഒന്നുകിൽ കവി, അല്ലെങ്കിൽ കാമുകൻ, അതുമല്ലെങ്കിൽ ഭ്രാന്തൻ. മൂന്നിലൊന്നേ പറഞ്ഞിട്ടുള്ളൂ നരനായി പിറന്നവന്. പക്ഷേ എ അയ്യപ്പൻ ഒരേ സമയം ഇത് മൂന്നുമായിരുന്നു. കവിയായും കാമുകനായും ചിലപ്പോഴൊക്കെ കവിയും കാമുകനും ഉൾച്ചേർന്ന ഭ്രാന്തനായും ആ മനുഷ്യൻ ജീവിച്ചു. ആകാശം മേൽക്കൂരയാക്കിയവന്റെ അക്ഷരങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ നിഗൂഢ ഭാഷയായിരുന്നു. മരുഭൂമിയെ പ്രണയിച്ച സ്വപ്നങ്ങൾക്ക് കള്ളിമുൾ ചെടിയുടെ മൂർച്ചയായിരുന്നു. ഒരു കടൽ കൊണ്ട് തീരാത്ത ദാഹങ്ങൾക്ക് ഒരു തുള്ളി ജലം കൊണ്ട് ശമനം. വരേണ്യമുദ്രകളാൽ എഴുതപ്പെട്ട കവിയുടെ രൂപപരിവേഷങ്ങളൊന്നുമുണ്ടായിരുന്നില്ല എ അയ്യപ്പന്. അതുകൊണ്ടുതന്നെ അയാളുടെ കാഴ്ചകൾ നമുക്ക് ചിരപരിചിതമായ ചുറ്റുപാടുകളുടേതായില്ല. ഞാൻ പ്രണയിച്ച പെണ്ണിന് പാമ്പിന്റെ സ്വഭാവമായിരുന്നു. ആരു മകുടിയൂതിയാലും അവൾ അങ്ങോട്ടിഴയുമായിരുന്നു എന്നെഴുതാൻ മലയാളത്തിൽ ഒരു അയ്യപ്പനെ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിലെ ഈ വൈചിത്ര്യം മരണത്തിലും കാത്തുസൂക്ഷിച്ചു അയ്യപ്പൻ. ഒരു തെരുവോരത്ത് ആരുമറിയാതെ ആരുമാകാതെ ആ മനുഷ്യൻ അന്ത്യയാത്ര പോയി. മുഷിഞ്ഞു നാറിയ കീശയിൽ അപ്പോഴും ഒരു തുണ്ട് കവിത അദ്ദേഹം ബാക്കി വെച്ചിരുന്നു. അയാൾ ഒരിക്കലും ആരെയും കാത്തിരുന്നില്ല, ആരുമൊരിക്കലും അയാളെയും കാത്തിരുന്നില്ല. കൂട്ടിക്കൊണ്ടു പോകും നേരം മരണത്തോടും അയാൾ പറഞ്ഞിട്ടുണ്ടാവണം, കരുളു പങ്കുവയ്ക്കുവാനില്ലെന്റെ പ്രണയമേ, ഒക്കെയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കൾച്ചറൽ ഡെസ്ക്.